അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന നേതാക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ച പോലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഇത്തരം ലിബറൽ ആശയങ്ങൾ അവർ ലക്ഷ്യമാക്കുന്നത് നമ്മളുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ള ഒരു മുഖ്യമായ അജണ്ടയുമായിട്ടാണ്. 1987 ഫെബ്രുവരി മാസത്തിൽ അന്നത്തെ സ്വവർഗരതിക്കാരുടെ ഒരു മാസിക, അതിൽ ആ ഫെബ്രുവരി ലക്കത്തിൽ ഒരു ചെറിയ ആർട്ടിക്കിൾ വരികയാണ്. ആ ആർട്ടിക്കിളിൻ്റെ പേര് ഫോർ ദ ഹോമോ എറോട്ടിക് ഓർഡർ എന്നാണ്. സ്വവർഗരതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകക്രമത്തിലേക്ക്. അത് എഴുതുന്നത് മൈക്കിൾ സ്വിഫ്റ്റ് എന്ന ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ വന്യമായ അദ്ദേഹത്തിൻ്റെ ഭാവനകളിലൂടെ എഴുതി വെച്ച ഒരു ചെറിയ ലേഖനം. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ആൺമക്കളെ അവരുടെ സ്കൂളുകളിൽ നിന്നും, ഹോസ്റ്റലുകളിൽ നിന്നും, ജിംനേഷ്യങ്ങളിൽ നിന്നും, സിനിമാ തിയേറ്ററുകളിൽ നിന്നും, കളിസ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങൾ അവരെ പിടിക്കും. എന്നിട്ട് അവരെ ആണും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അവർക്കിടയിലുള്ള രതിയുടെ പാഠങ്ങൾ ഞങ്ങൾ അവരെ പഠിപ്പിക്കും. നിങ്ങളിലെ സ്ത്രീകൾ നാളെ ലോകത്തോട് വിളിച്ചു പറയും, ഞങ്ങൾക്ക് പുരുഷന്മാരാവശ്യമില്ല, ഞങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഞങ്ങൾ സ്ത്രീകളുമായി രമിക്കണം എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, കാപട്യത്തിലും വഞ്ചനയിലും അധിഷ്ഠിതമായ കുടുംബം എന്ന വ്യവസ്ഥ തകർക്കപ്പെടും. ആ കുടുംബം എന്ന വ്യവസ്ഥ ഇവിടെ വേരോടെ ഉന്മൂലനം ചെയ്യപ്പെടണം. അങ്ങനെ ഞങ്ങളെ എതിർക്കുന്ന ഏതെങ്കിലും ചർച്ചുകളോ പള്ളികളോ ഉണ്ടെങ്കിൽ അവയെല്ലാം തകർക്കപ്പെടും. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നാളെ മുഖം മൂടി അഴിച്ച് ഞങ്ങൾ രംഗത്ത് വരുന്നൊരു ദിവസം വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇത് എഴുതുന്നത് 1987 ഫെബ്രുവരിയിലാണ്. നിങ്ങൾ നോക്കുക, കേരളത്തിൽ 2023 ഫെബ്രുവരിയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പിടുകയാണ്. ആ കുറിപ്പ്, കേരളത്തിൽ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. വലിയ വാർത്തയായിരുന്നു. ആണ് പ്രസവിച്ചു എന്ന് വെച്ചാൽ, ഒരു പെണ്ണ് ഞാൻ ആണാണെന്ന് പറഞ്ഞു വരികയും എന്നിട്ട് ആ ആണായ പെണ്ണ് ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്ത, അത് പത്രമാധ്യമങ്ങൾ ആണ് പ്രസവിച്ചു എന്ന് പറഞ്ഞ് വലിയ വാർത്തയാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ആണായ പെണ്ണ് പ്രസവിച്ചപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സോഷ്യൽ മീഡിയയെ കുറിച്ചത് ഇങ്ങനെയാണ്: ഈ കുഞ്ഞിൻ്റെ ജനനം നമുക്ക് പുതിയൊരു വെളിച്ചം നൽകുന്നു. എന്നിട്ട് പറയാണ്, പരമ്പരാഗതമായ ആൺപെൺ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ കുടുംബ സംവിധാനം, ട്രഡീഷണൽ ഫാമിലി സിസ്റ്റം, അതിനെ തകർത്തുകൊണ്ട് പുറത്ത് കടക്കാൻ ഇത് നമ്മളെ സഹായിക്കട്ടെ എന്നുള്ളതാണ്. ഇത് കൃത്യമായ കുടുംബ ബന്ധങ്ങളെ തകർക്കാനുള്ള ഒരു കൃത്യമായ അജണ്ടയുടെ ഭാഗമായി നമ്മൾക്കിടയിലേക്ക് കടന്നു വരികയാണ്. 2021 കേരളത്തിലൊരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിൽ വരുത്തുന്നത്. എന്തിനാ? ആണിനും പെണ്ണിനും വളർന്നു വരുമ്പോൾ തോന്നണം, ഞാൻ ആണാണോ പെണ്ണാണോ എന്നൊരു ബോധ്യം അവരിൽ നിന്ന് ഇല്ലാതാവണം. ഞാൻ പെണ്ണാണെന്നുള്ള ബോധ്യത്തോടെ അല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ടത്, ഞാൻ ആണാണെന്നുള്ള ബോധ്യത്തോടെയല്ല. അവർ വളർന്നു വരുമ്പോൾ അവർ തീരുമാനിക്കട്ടെ, ഞാൻ പെണ്ണാകണോ ഞാൻ ആണാകണോ. വസ്ത്രത്തിൽ പോലും ആ ഒരു വേർതിരിവ് അവരിൽ ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ സർക്കാർ സംവിധാനത്തിൽ നടക്കുന്ന സ്കൂളുകളിൽ ഒരു ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വരുന്നു. ശക്തമായ എതിർപ്പുകൾ മൂലം അത് മാറ്റിവെച്ചു. പക്ഷേ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സിലബസുകൾ പുതിയ പരിഷ്കരിച്ച പാഠപുസ്തകത്തിൽ 9ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠത്തിലെ അവസാന പാഠം ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്നാണ്. ഒരു ജെൻഡർ ന്യൂട്രൽ സാമൂഹിക ക്രമത്തിലേക്ക് എന്നുള്ളത് ഇന്നത് നമ്മുടെ മക്കളടക്കം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യമായ അജണ്ട 10-35 വർഷം മുമ്പ് അമേരിക്കയിൽ വെച്ച് അന്നത്തെ സ്വവർഗരതിക്കാർ സ്വപ്നം കണ്ട ഒരാശയം, ആ ആശയം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു, നിങ്ങളുടെ മക്കളെ ഈ ആശയം കൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ ആശയം 10-35 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ്. അത് ആ കുടുംബം തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ജെൻഡർ എന്നുള്ള വാക്കിലാണ് ഇവർ ഈ പൊളിറ്റിക്സ് തുടങ്ങുന്നത്.
ജെൻഡർ എന്നുള്ള വാക്കിൽ. നിങ്ങൾ നോക്കിയാൽ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 950 വരെ തീരെ ഉപയോഗിക്കാത്തൊരു പദമാണ് ജെൻഡർ എന്നുള്ളത്. 950 വരെ അങ്ങനെ ഒരു പദം തീരെ ഉപയോഗിക്കുന്നില്ല. അത് ആണാണോ പെണ്ണാണോ എന്നതിനെ കുറിക്കാൻ സാധാരണ സെക്സ് എന്നാണ് ഉപയോഗിക്കുക. നമ്മൾ ഫോമുകളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അതിൽ സെക്സ് എന്നാണ് ചോദിക്കുക, മെയിലാണോ ഫീമെയിലാണോ. പിന്നീട് നമ്മൾ കുറച്ച് കാലം കൂടി കഴിഞ്ഞപ്പോൾ സെക്സ് എന്നും ജെൻഡറിനും രണ്ടും മാറി മാറി ഉപയോഗിക്കുന്ന കാലം വന്നു. പക്ഷേ 949 ഫ്രാൻസിൽ സിമൺ ദ ബുവെ എന്ന ഫെമിനിസ്റ്റ് ബുദ്ധിജീവിയുടെ ഒരു പുസ്തകം പുറത്തിറങ്ങി, ദ സെക്കൻഡ് സെക്സ് എന്ന പേരിൽ. ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ പുസ്തകമാണ്. ആ സെക്കൻഡ് സെക്സിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കോട്ടുണ്ട്, വൺ ഈസ് നോട്ട് ബോൺ റാദർ ബിക്കം എ വുമൺ. ആരും പെണ്ണായി ജനിക്കുന്നില്ല, സമൂഹം അവരെ സ്ത്രീയാക്കി മാറ്റുകയാണ് എന്നാണ് ആ വചനം. അതിന് 6 വർഷം കഴിഞ്ഞിട്ടാണ് അമേരിക്കയിൽ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ജോൺ മണി എന്നൊരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്, ഒരു മെഡിക്കൽ പേപ്പർ മുന്നോട്ട് വെക്കുന്നത്, ആരും ആണും പെണ്ണുമായിട്ട് ജനിക്കുന്നില്ല, സമൂഹത്തിൽ വളർത്തപ്പെടുമ്പോൾ അവർ ചിലർ ആണായും ചിലർ പെണ്ണായും മാറുകയാണ്. ജനിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവരുടെ സെക്സ് എന്നുള്ളത് അത് അവരുടെ ലൈംഗിക അവയവവുമായി ബന്ധപ്പെട്ടാണ്, സെക്ഷൽ ഓർഗനുമായി ബന്ധപ്പെട്ടതാണ്. ആ സെക്ഷൽ ഓർഗൻ ആണിൻ്റേതാണെങ്കിൽ അത് ആണാണ്, ആ സെക്ഷൽ ഓർഗൻ പെണ്ണിൻ്റേതാണെങ്കിൽ പെണ്ണാണ്, അത് സെക്സാണ്. പക്ഷേ വളർന്നു വരുമ്പോൾ അവരിലുണ്ടാകുന്ന പെണ്ണിൻ്റെ പ്രകൃതം, ഫെമിനിറ്റി എന്നുള്ളത് അത് ജെൻഡറാണ്. അത് ആണിൻ്റേതാണെങ്കിൽ അത് മസ്കുലിനിറ്റി, അതാണ് ജെൻഡർ എന്നുള്ളത്. ഒരു പെൺ സെക്ഷൽ ഓർഗനുമായിട്ട് ജനിച്ചാലും അവർ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അവരൊരു മസ്കുലിനിറ്റിയിൽ വരും, അവരെ ജെൻഡർ ആണായിത്തീരും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയം. 10 വർഷത്തിന് ശേഷം 965 അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു കേസ് വരികയാണ്. ഡേവിഡ് റീമർ എന്ന് പറഞ്ഞൊരു കുട്ടി, ഇരട്ട കുട്ടികൾ ജനിച്ചപ്പോൾ ആ ഇരട്ട കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വന്നപ്പോൾ അവർ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർക്കംസൈസ് ചെയ്യണം, പരിച്ഛേദന ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 കുട്ടികളെ പരിച്ഛേദന ചെയ്തപ്പോൾ അതിലൊരു കുട്ടിയുടെ അവൻ്റെ ലൈംഗിക അവയം ഒരല്പം മുറിഞ്ഞുപോയി. ഒരു ആൺകുട്ടിയാണ്, ആ ലൈംഗികാവയം നമ്മൾ സുന്നത്ത് ചെയ്യാന്ന് പറഞ്ഞില്ലേ, സുന്നത്ത് ചെയ്യുമ്പോൾ അല്പം കൂടുതൽ മുറിഞ്ഞുപോയി. ആ മുറിഞ്ഞു പോകുമ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ ഇദ്ദേഹം ഒരു സെക്സോളജിസ്റ്റും കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊടുന്നപ്പോൾ ഇദ്ദേഹം പറയാണ്, ഈ കുട്ടിയെ നമുക്ക് 6 മാസം 7 മാസം പ്രായമുള്ള, നമ്മൾ ആലോചിച്ച് നോക്കണം, ആ കുട്ടി അവർ പറയാണ് ഈ കുട്ടിയെ നമുക്ക് പെണ്ണായി വളർത്താം. ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ പരീക്ഷിക്കാൻ കിട്ടിയ ഒരു ഉപകരണമായിരുന്നു അദ്ദേഹത്തിനത്. അങ്ങനെ ആ മാതാപിതാക്കൾ അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയെ അതിലൊന്നിനെ ആണായും മറ്റൊന്നിനെ പെണ്ണായും വളർത്തുകയാണ്. അവർക്ക് പെണ്ണിൻ്റേതായ കളിപ്പാട്ടങ്ങൾ കൊടുത്ത്, പെണ്ണിൻ്റേതായ വസ്ത്രങ്ങൾ കൊടുത്ത്, അവരുടെ ജെൻഡർ സെക്ഷൽ ഓർഗൻ റീഅസൈൻമെൻറ്റ് സർജറി ചെയ്ത് പെണ്ണിൻ്റേതായ അവയവങ്ങൾ വെച്ച് പെണ്ണിൻ്റേതായ ഹോർമോണുകൾ കൊടുത്ത് അങ്ങനെ ഒരു പെൺകുട്ടിയായി വളർത്തുകയാണ്. പക്ഷെ ആ കുട്ടി കൗമാരത്തിലെത്തുമ്പോൾ ആ കുട്ടിക്ക് പെണ്ണായി ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു വേള ആ കുട്ടി തിരിച്ചറിയാണ് ഞാനൊരു ആണായിരുന്നു എന്നുള്ളത്. പിന്നീട് ആ കുട്ടി ആണായി തന്നെ ജീവിക്കാൻ വേണ്ടി മാറുകയും 38-ാമത്തെ വയസ്സിൽ മാനസികമായ സമ്മർദ്ദങ്ങൾ മൂലം ആ കുട്ടി വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ലോകത്ത് ഈ ജെൻഡർ റീഅസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ പരീക്ഷണം തന്നെ ഒരു വലിയ പരാജയമായിരുന്നു എന്നുള്ള പാഠമാണ്. അവിടുന്ന് അങ്ങോട്ട് ഈ തിയറി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫെമിനിസ്റ്റുകളാണ്. കാരണം പെണ്ണ് എന്നുള്ളത് അതൊരു ബയോളജിക്കൽ കൺസ്ട്രക്റ്റ് അല്ല, അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഞങ്ങളെ അടിച്ചമർത്തുന്നതും ഞങ്ങൾ ഈ വിവേചനങ്ങൾ മുഴുവൻ അനുഭവിക്കുന്നതും അത് ഞങ്ങൾ പെണ്ണായി ജനിച്ചത് കൊണ്ടല്ല, പെണ്ണായി സമൂഹം ഞങ്ങൾ അങ്ങനെ കൽപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ള ഞങ്ങളുടെ വിമോചനം എന്നുള്ളത് ഞങ്ങളും ആണുങ്ങളെപ്പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അവിടെ ഫെമിനിസ്റ്റുകൾ ഒരു ഭാഗത്ത് ഈ ആശയം ഏറ്റെടുക്കുമ്പോൾ മറുഭാഗത്ത് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ LGBTQ ആക്ടിവിസ്റ്റുകൾ ഈ ആശയം ഏറ്റെടുക്കുകയാണ്. ഈ LGBTQ ആക്ടിവിസ്റ്റുകൾ ഈ ആശയം ഏറ്റെടുത്തുകൊണ്ട് അവർ നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അതെന്തുമാകാം, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്കൊരാണോ പെണ്ണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന ആശയത്തിലേക്ക് വരികയാണ്. അതിന് രാജ്യങ്ങളിലടക്കം നിയമപരമായി അനുവദിക്കുന്ന രൂപത്തിൽ അവരുടെ ആക്ടിവിസം കലാപങ്ങളിലൂടെ എല്ലാം മുന്നോട്ട് പോകുകയാണ്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ മാനസിക രോഗങ്ങൾ മുഴുവൻ ലിസ്റ്റ് ചെയ്യുന്ന DSM എന്ന ഡയഗ്നോസ്റ്റിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സൽ മാനുവൽ, ആ DSMൻ്റെ 5-ാമത്തെ വാള്യത്തിൽ 5-ാമത്തെ അതിൻ്റെ ഫേസിൽ എഡിഷനിൽ അത് 2013 പുറത്തിറങ്ങുമ്പോൾ
അതിലാണ് സത്യത്തിൽ ജെൻഡർ ഡിസ്ഫോറിയ, ശരീരവും മനസ്സും തമ്മിൽ ജെൻഡറിൽ ഞാൻ ആണാണോ പെണ്ണാണോ എന്നുള്ളതിലേക്ക് മനസ്സും ശരീരവും പൊരുത്തപ്പെടാത്ത അവസ്ഥ. അതുവരെ അതൊരു ഡിസോർഡർ ആയിരുന്നു. 2013 വരെ മെഡിക്കൽ രേഖകളിൽ ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി ഡിസോർഡർ ആയിരുന്നു. അതിനുശേഷം ഇത് ജെൻഡർ ഡിസ്ഫോറിയ ആയി. അവർ പറയുന്നത് യു ബോൺ ഇൻ എ റോങ് ബോഡി എന്നാ. യു ബോൺ ഇൻ എ റോങ് ബോഡി. നിങ്ങൾ ഒരു തെറ്റായ ശരീരത്തിൽ ജനിച്ചു. നിങ്ങൾ ജനിച്ച് വളർന്നു വന്നപ്പോൾ നിങ്ങൾക്കൊരു പെണ്ണാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ തെറ്റി ഒരാണിൻ്റെ ശരീരത്തിൽ ജനിച്ചാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങളെ ശരീരം മാറ്റി എന്ത് ചെയ്യണം? പിന്നെ ആണിൻ്റേതാക്കി മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളെ ശരീരം പെണ്ണിൻ്റേതാക്കി മാറ്റണം. ആണാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ശരീരം ആണിൻ്റേതാക്കി മാറ്റണം. ഇതാണ് അതിനുള്ള പരിഹാരം. ഇതിനു വേണ്ടി നിയമസാധുതകൾ കൊടുന്നു. ഇതിനു വേണ്ടി ലോകത്തെ സുപ്രീം കോടതികളും ഹൈക്കോടതികളും നിയമങ്ങൾ കൊണ്ടുവന്നു. രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ രാഷ്ട്രങ്ങളും ഇതിനനുകൂലമായി വന്നു. ശാസ്ത്രീയമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ ഒരു വാദത്തിന് വേണ്ടി വാദിക്കുകയും അതൊരു നിയമമായി കൊണ്ടുവരികയും ചെയ്തു ലോകത്ത് മുഴുവൻ ഈ ആക്ടിവിസ്റ്റുകൾ. നോക്കുക, ലോകത്ത് പല മാനസികമായ അസുഖങ്ങൾ പലതുമുണ്ട്. മാനസികമായി നമുക്ക് തോന്നുന്ന അസുഖങ്ങൾ പലതുമുണ്ട്. അതിനനുസരിച്ച് ശരീരത്തെ നമ്മൾ മുറിക്കാൻ നിന്നാൽ അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. നമുക്ക് വാക്കിംഗ് കോപ്പ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. വാക്കിംഗ് കോപ്പ് സിൻഡ്രോം. ചില ആളുകൾക്ക് തോന്നുകയാണ് ഞാൻ മരിച്ചു, ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ശവശരീരമാണ്, ഞാൻ മരിച്ചു, അപ്പോൾ ഇനി എൻ്റെ ശവസംസ്കാരം നടത്തണം, എൻ്റെ ശരീരം മുഴുവൻ മരണപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു അസുഖമുണ്ട്. ഇങ്ങനൊരു അസുഖമുള്ള ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? എന്നാൽ ഇനി നിന്നെ വേഗം കുഴിച്ചിടാം എന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കുഴിച്ചിടല്ല ചെയ്യുക. നമ്മൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വേണ്ട തെറാപ്പി കൊടുത്ത് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക ചെയ്യുക. ബോഡി ഐഡൻറ്റിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. നമ്മളെ കൈ ഇവിടെ നിന്ന് ഇല്ലാന്ന് തോന്നും, നമ്മൾ ഏതെങ്കിലും അവയവം നമ്മളെ ശരീരത്തിൽ ഇല്ലെന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ അവരോട് എന്താ ചെയ്യുക? എന്നാൽ പിന്നെ അത് മുറിച്ച് മാറ്റാം എന്നല്ല നമ്മൾ പറയുക അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അവർ ആ രൂപത്തിലേക്ക് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ ഈ ജെൻഡർ ഡിസ്ഫോറിയനെ ഉപമിക്കുന്ന ഒരു അസുഖമുണ്ട്, അനോറക്സിയ നെർവോസ, അഥവാ പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളിൽ വ്യാപകമായിട്ട് കാണുന്ന ഒന്നാണ്. എന്താണെന്നറിയോ? കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ തടിച്ചു എന്ന് തോന്നുക, ഞാൻ അങ്ങനെ വെയിറ്റ് കൂടുക എന്ന് തോന്നുക. അങ്ങനെ വെയിറ്റ് കൂടുക എന്ന് തോന്നിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഈ അസുഖം വന്നിട്ട് ആളുകൾ മരിക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കണ്ണൂരിലാണ് ഒരു 5-6 മാസം മുമ്പ് കേരളത്തിൽ ആദ്യമായി അസുഖം വന്നൊരു പെൺകുട്ടി മരിച്ച, ഡിഗ്രിക്ക് പഠിക്കുന്നത്. അഥവാ ഇത് ഭക്ഷണം കഴിക്കൂല ഈ അസുഖം വന്നാൽ. കാരണം എന്നെ എങ്ങനെ കണ്ണാടിയിൽ നോക്കിയാലും ഞാൻ ഭയങ്കര ഭാരമുള്ള ആളായിട്ട് തോന്നും. എന്നിട്ട് ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ് മാൾ ന്യൂട്രീഷൻ സംഭവിച്ച് ന്യൂട്രീഷൻസ് ഇല്ലാതെ പോഷകാഹാരക്കുറവ് മൂലം അത് മരണപ്പെടുകയാണ്. അങ്ങനെ കേരളത്തിൽ ആദ്യമായി ഒരു കുട്ടി കണ്ണൂരിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മാനസികമായി എന്തെങ്കിലും ഡിസോർഡറുമായി ഒരാൾ വന്നാൽ നമ്മൾ അവരോട് എന്താ പറയുക? നമ്മൾ പറയുക അത് നിൻ്റെ അവകാശമാണ്, നീ അസുഖമായിട്ട് മുന്നോട്ട് പോകണം. ശരീരത്തെ നമുക്ക് അങ്ങോട്ട് മാറ്റാം എന്നല്ല, മനസ്സിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുക. പക്ഷേ ജെൻഡറുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് മാത്രം ഈ രൂപത്തിലാണ് കൈകാര്യം ചെയ്യുക. ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് ഞാൻ ഇനി മുതൽ ആണാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ വരികയായി. എന്നിട്ട് പറയുകയാണ് ഇനി നിൻ്റെ ശരീരം നമുക്കൊരാണിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി, അവളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ആക്ടിവിസം നമ്മളുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, 2010 മുതലാണ് ഈ അസുഖം ഏറ്റവും കൂടുതൽ കൂടുന്നത്, ഈ ഡിസോർഡർ ഏറ്റവും കൂടുതൽ ലോകത്ത് കൂടുന്നത്. ഇംഗ്ലണ്ടിലെ പോർട്ട്മാൻ ആൻഡ് ടവിസ്റ്റോക്ക് എന്ന ജെൻഡർ ക്ലിനിക്കിൽ, അവിടെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഈ ജെൻഡർ ഡിസ്ഫോറിയയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളെ ചികിത്സിക്കുന്ന സ്ഥലമാണ്. എന്തിനാണ് ചികിത്സിക്കുന്നത്? അവരെ നമ്മൾ മാറ്റി കൊടുക്കും, ആണിനെ പെണ്ണാക്കി കൊടുക്കും, പെണ്ണിനെ ആണാക്കി കൊടുക്കും. അവിടെ 2010 വരെ ഒരു വർഷത്തിൽ 100-ൽ താഴെ കേസുകൾ മാത്രം വരുന്ന, കാരണം ശരിക്കും ഇങ്ങനെ ചിന്തകൾ ഉണ്ടാകാം. ശാരീരികമായി ഹോർമോണലായ ഇഷ്യൂസ് കൊണ്ടുണ്ടാകാം, ഗൊണാഡലായ ഇഷ്യൂസ് കൊണ്ടുണ്ടാവാം, ക്രോമോസോമലായ ഇഷ്യൂസ് കൊണ്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്നവർ നമ്മൾ ചികിത്സിക്കണം. പക്ഷേ 2010 ശേഷം ഒരു വർഷത്തിൽ 2000-ലധികം കേസുകളാണ് വരുന്നത്. എന്തുകൊണ്ടാണ് 2010 ശേഷം ഇത്രയും കേസുകൾ വരുന്നത്? 2010 ഒരു പ്രത്യേകത ഉണ്ട്. 2010 ഇൻസ്റ്റാഗ്രാം റിലീസായത്. ഇൻസ്റ്റാഗ്രാം പുതിയ തലമുറയുടെ ഒരു വേദഗ്രന്ഥമാണ്. അത് പറയുന്നതാണ് അവർക്ക് വേദവാക്യം. അത് ലിസ ലിറ്റ്മാൻ 2016 നടത്തിയ ഒരു പഠനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പുതിയ തലമുറയിലെ ആളുകൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ വരുന്നത് അത് 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ്. അതിൻ്റെ ശരാശരി പ്രായം 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കാണ്. എന്തുകൊണ്ടാണ് അവർക്കത് കൂടുതൽ വരുന്നത് എന്നുള്ളതിൻ്റെ അന്വേഷണത്തിൽ അവർ പറയുന്നത് അതിലൊന്ന് സോഷ്യൽ മീഡിയ ആണ്, രണ്ടാമത്തത് പിയർ ഇൻഫ്ലുവൻസ് ആണ്.
പിയർ പ്രഷറാണ്. അവരുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഞാൻ ഇനി മുതൽ ആണാണെന്ന് പറഞ്ഞാൽ ഇവർക്കും ആ ടെൻഡൻസി തോന്നുകയാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന മുഴുവൻ ക്യാമ്പയിനുകളും കണ്ടിട്ട് ഒരു പെണ്ണിന് ആണാകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണുമ്പോൾ ഇവർക്കും തോന്നുകയാണ് എനിക്ക് ആണാകണം. അങ്ങനെ മാറുന്ന ഒരു അടിസ്ഥാനവുമില്ലാത്ത അവരതിന് പേരിട്ട് വിളിക്കുന്നത് ROGD എന്നാണ്, റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ളത്. കാരണം സാധാരണ എന്തെങ്കിലും ജെൻഡറിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കുട്ടി ജന്മനാ കാണിച്ചു തുടങ്ങുന്ന, അങ്ങനെ കൗമാരത്തിന് മുമ്പ് യാതൊരു ലക്ഷണങ്ങളും റിപ്പോർട്ട് ചെയ്യാത്ത ആളുകൾ വരെ കൗമാരത്തിലെത്തി 14-15 വയസ്സാകുമ്പോൾ പെട്ടെന്ന് പറയാണ് എനിക്ക് ഞാനൊരാണാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഞാനൊരു പെണ്ണാണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് അവർക്ക് വേണ്ടി വാദിക്കാൻ പിന്നെ നിയമങ്ങളും കോടതികളും എല്ലാം പിന്നെ രംഗത്ത് വരുന്നൊരു കാഴ്ച നമ്മളിന്ന് കാണുകയാണ്. ഇത് കൃത്യമായി കുടുംബ വ്യവസ്ഥയെ തകർക്കാനുള്ള സംഗതിയാണ്. കാരണം കുടുംബം എന്ന വ്യവസ്ഥക്കുള്ളിൽ സുരക്ഷിതരായി കഴിയുന്ന ആളുകളുണ്ട്. അത് സ്ത്രീകളും കുട്ടികളും അതേപോലെ തന്നെ വൃദ്ധരുമാണ്. ആ കുടുംബം എന്ന വ്യവസ്ഥ തകരുമ്പോൾ ഇവർ 3 പേരും തെരുവിലേക്ക് ഇറങ്ങും. ഇവരെ 3 പേരും പലർക്കും ചൂഷണം ചെയ്യാൻ കിട്ടും. നിങ്ങൾ നോക്ക്, ലഹരികൾ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കുട്ടികളിലേക്കാണ്. കുടുംബം എന്ന വ്യവസ്ഥ കുറച്ചെങ്കിലും ഉള്ളത് കൊണ്ടാണ് അത്രമേൽ ലഹരി നമ്മളുടെ ഇടയിലേക്ക് കയറാത്തത്. പക്ഷേ കുടുംബ വ്യവസ്ഥ തകരുമ്പോൾ ലഹരി അത്രമേൽ വ്യാപകമാവും. സ്ത്രീകളുടെ സുരക്ഷ കുടുംബം എന്ന വ്യവസ്ഥയിലാണ്. ആ കുടുംബം എന്ന സ്ട്രക്ചറിനെ തകർക്കുമ്പോൾ സ്ത്രീകൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെടും. ഇപ്പോൾ പിന്നെ പാശ്ചാത്യ രാജ്യത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് വരുന്ന വാർത്തകൾ, എപ്സ്റ്റീൻ ഫയൽസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവർ പടിഞ്ഞാറിന് എപ്പോഴുമുള്ളൊരു ശീലം സ്ട്രക്ചറുകളെ തകർക്കുക എന്നുള്ളതാണ്. സ്ട്രക്ചറുകൾ മുഴുവൻ എൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. കുടുംബം എന്ന വ്യവസ്ഥ, ആ സ്ട്രക്ചർ അതെൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ്, അതിനെ തകർക്കുക. ആ കുടുംബത്തിൻ്റെ തകർച്ചയാണ് സത്യത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന എപ്സ്റ്റീൻ ഫയൽസുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ ഈ കണക്റ്റഡ് എക്സിബിഷനിലൂടെ ഈ എക്സിബിഷൻ ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അകത്തളത്തിൽ നിങ്ങൾക്കൊരു വീട് കാണാം. ഒരു വീട് തലകീഴായി മറിഞ്ഞു നിൽക്കുന്നത് അത് കൃത്യമായ അവർ അജണ്ടയിൽ എഴുതി വെച്ച വാചകമാണ്. 2024 ഫെബ്രുവരിയിൽ കേരളത്തിലൊരു മുഖ്യധാരാ മാസികയിൽ എഴുതിയ ലേഖനത്തിൻ്റെ തലക്കെട്ട് നമ്മൾ വായിക്കണം. ഇനി നാം വീടുകൾക്ക് തീ കൊളുത്തുക എന്നാണ്. എന്തിനാ? കുടുംബം എന്ന വ്യവസ്ഥ, സ്ട്രക്ചർ അതെൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ്. അങ്ങനെ കേരളത്തിൽ പച്ച മലയാളത്തിൽ എഴുതി വെക്കുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് ഈ ആശയങ്ങൾ കടന്നു വരികയാണ്. അത് അവരുദ്ദേശിക്കുന്നത് ഈ രൂപത്തിൽ നമ്മുടെ വീടിനെ തലകീഴായി കമിഴ്ത്തി വെക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. അതിന് നമ്മളുടെ കുടുംബ സംവിധാനത്തിൻ്റെ വിള്ളലുകളില്ലാതെ സുരക്ഷിതമാക്കി നിർത്താൻ നമ്മൾക്ക് കഴിയണം. അതല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറും. നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ, നമ്മൾ നികുതി അടച്ചുകൊണ്ട് സർക്കാർ ചെലവിൽ പഠിപ്പിക്കുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഈ ജെൻഡർ ആശയങ്ങൾ പഠിച്ച് വളരുന്ന കുട്ടികളാണ് നമ്മുടെ വീടിൻ്റെ അകത്തുള്ളത്. കൃത്യമായ ബോധവൽക്കരണം കൊടുത്തുകൊണ്ടല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയില്ല. കൃത്യമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഈ ആശയങ്ങളെ, ആ പ്രാക്ടീസിങ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് കൃത്യമായി പകർത്തുകയല്ലാതെ ഇതിന് വേറൊരു പരിഹാരമില്ല എന്ന് ഈ വിഷയം നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.